നമസ്കാരം പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. നിലമ്പൂർ ശ്യാം സുന്ദർ, പുതുവാദ്യാർമട കൊട്ടാരം, നിലമ്പൂർ സ്നേഹാലയം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മലയാള സിനിമയുടെ ഇതിഹാസ നായകനായ നമ്മുടെ ശ്രീ മോഹൻലാലിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് ഞാൻ പറയുന്നത്. കാരണം മോഹൻലാലിനെ കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര വീഡിയോ ചെയ്താലും ഒരിക്കലും മതി വരില്ല എന്നതാണ് സത്യം. കാരണം നമുക്കറിയാം, ബാലേട്ടൻ സിനിമയാവട്ടെ, താണ്ഡവമാവട്ടെ, കിരീടമാവട്ടെ, ചെങ്കോലാവട്ടെ, ആറാം തമ്പുരാനാവട്ടെ, ഇതുപോലുള്ള വേഷവിധാനങ്ങൾ ഏത് നായകനാണ് സാധിക്കുക? ഒടിയനൊക്കെ കണ്ടില്ലേ? ഒടിയൻ എന്ന സിനിമയുടെയൊക്കെ ആ ഒരു നടൻ്റെ സംഭവങ്ങൾ, അതുപോലെ തന്നെ കഥകളി ആയിട്ടുള്ളത്, അതുപോലെ ഡാൻസ്, പാട്ട്, ഏതും മെയ്വഴക്കത്തോടു കൂടി അഭിനയിക്കാൻ കഴിവുള്ള ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു നായകൻ പ്രത്യേകിച്ച് മലയാളത്തിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം രാഷ്ട്രീയത്തിലാവട്ടെ, മതത്തിലാവട്ടെ, ജാതിയിലാവട്ടെ, സംഘടനയിലാവട്ടെ, ഒന്നിനും ആർക്കും പിടികൊടുക്കാതെ എല്ലാ മനുഷ്യരുടെയും എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിൽ എപ്പോഴും സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു മഹാനടൻ തന്നെയാണ് ശ്രീ മോഹൻലാൽ. വിവാദങ്ങളില്ല. കാരണം അതുപോലെ തന്നെ മലയാള സിനിമയിൽ ആദ്യമായിട്ട് 100 കോടി രൂപ സമ്പാദിച്ച ആദ്യത്തെ സിനിമ ഏതാണ്? പുലിമുരുകനാണ്. 100 കോടിയിലധികം. അതിനുശേഷമാണ് മറ്റ് ഏത് സിനിമയും 100 കോടി, 200 കോടി, 500 കോടി വന്നിട്ടുള്ളൂ. പക്ഷെ ചരിത്രം സൃഷ്ടിച്ച നടൻ എന്ന് പറയുന്നത് മലയാളത്തിൽ ശ്രീ മോഹൻലാൽ മാത്രമാണ്. മാത്രമല്ല, അദ്ദേഹം ഒരു രാജ്യസ്നേഹിയാണ്. അദ്ദേഹം ഒരു കേണൽ പദവി വഹിക്കുന്ന രാജ്യസ്നേഹിയും കൂടിയാണ് ശ്രീ മോഹൻലാൽ. മറ്റുള്ളവരെല്ലാം കയ്യടി മേടിക്കുക, വീട്ടിൽ പോവുക, പണം മേടിക്കുക. ചാരിറ്റി മേഖലയിലെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സ്വഭാവ നടനും കൂടിയാണ് നമ്മുടെ ശ്രീ ലാലേട്ടൻ. കാരണം അദ്ദേഹം ചെയ്തു കൊടുക്കുന്ന ഭവന നിർമ്മാണങ്ങളാവട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ചെയ്യുന്ന ഗ്രാമങ്ങളിൽ, ഓരോ ഗ്രാമങ്ങളിലും കുഗ്രാമങ്ങളിലാവട്ടെ, ആരെയും അറിയിക്കാതെ അതീവ രഹസ്യമായി ഗോപ്യമായ രീതിയിലാണ് ഈ ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശ്രീ മോഹൻലാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോൾ കഴിഞ്ഞുപോയ ജന്മദിനത്തിന് നമ്മുടെ നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് ഫാൻസ് അസോസിയേഷൻ്റെ വക ശ്രീ മോഹൻലാലിൻ്റെ നിർദ്ദേശപ്രകാരം അതാണ്. കാരണം അദ്ദേഹത്തിന് കൂടെ ഞാൻ 2 സിനിമയിലാണ് അപ്രധാനമായ വേഷങ്ങൾ ചെയ്തത്. ഒന്ന് അഗ്നിദേവൻ എന്ന സിനിമയാണ്, അതുപോലെ ഗുരു എന്ന സിനിമയാണ്. ഈ 2 സിനിമയിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെറിയ വേഷം ചെയ്തത്. അന്ന് മുതലേ ഞാൻ അദ്ദേഹത്തിനോടുള്ള ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ സ്നേഹബന്ധം, ശ്രീ മമ്മൂട്ടിയെ പോലെ, മമ്മൂട്ടി സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെയും ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ച ഒരാളെന്ന നിലയ്ക്ക്, അതുപോലെ തന്നെ ശ്രീ മോഹൻലാലിൻ്റെ കൂടെ ധാരാളം സമയം, അത് ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള എലൈറ്റ് ടൂറിസ്റ്റ് ഹോമിൽ വെച്ചിട്ടാണ് ഞാനും അദ്ദേഹം ഒട്ടനവധി സമയം ഞങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ സമയം ചെലവഴിച്ചതൊക്കെ. എന്തായാലും ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് കഴിയാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രങ്ങളും ഇനി ആർക്കും തന്നെ പുനഃസൃഷ്ടിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് വളരെ മാക്സിമം പൊന്തിച്ച് എന്തോ എനിക്ക് കാര്യലാഭമുണ്ടെന്ന് ആരും ധരിക്കരുത്. കാരണം ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനടൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ ചില നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മഹാ എന്ന വാക്ക് കഴിയുന്നതും ഉപയോഗിക്കരുതെന്ന്. എന്നാൽ സത്യത്തിൽ ശ്രീ ലാലേട്ടനെ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കാരണം എന്താണ്? അതിൻ്റേതായുള്ള തനതായ രീതിയിൽ ജനങ്ങളെയും സാധാരണക്കാരെയും അല്ലാത്തവരെയും കൂടെയുള്ള സിനിമാ പ്രവർത്തകരായ ആളുകളെയും ഒക്കെ തന്നെ ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപോലെ സഹായിക്കുകയും കൂട്ടിപ്പിടിക്കാൻ ചെയ്യാൻ മനസ്സുള്ള ഒരു ഏക നടൻ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ള നടന്മാരുണ്ടായിരിക്കാം, ഞാൻ അറിയില്ല. അപ്പോൾ ഏക നടൻ ഞാൻ കണ്ടതിൽ, കാരണം ഞാൻ കുറച്ച് സമയം ഞാൻ അവിടെ ചെലവഴിച്ചുവെങ്കിലും അവിടെ അടിച്ചു വാരാൻ വന്നവരോട് വരെ വളരെ വിനയത്തിലും ഭക്തിയിലും ബഹുമാനത്തിലുമാണ് ശ്രീ ലാലേട്ടൻ്റെ ആ സംസാരം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. കാരണം ഇദ്ദേഹത്തിനെ പോലെ ഒരു നടൻ ഇനി ഈ ഒരു നൂറ്റാണ്ട് അല്ലെങ്കിൽ വരും നൂറ്റാണ്ടുകളിലും പിറവി കൊള്ളില്ല. അതാണ് ലാലേട്ടൻ. കാരണം അദ്ദേഹം പുരാവസ്തുക്കളെ സ്നേഹിക്കുന്ന ഒരാളും കൂടിയാണ്. അതുപോലെ തന്നെ പുരാണങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്. അതുപോലെ പഴമയെ അദ്ദേഹം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം.
സാധാരണ ഇന്നത്തെ ജനറേഷന് ആർക്കും തന്നെ പഴമ ഇഷ്ടമില്ല. പുരാണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭക്തജനങ്ങളിൽ പലർക്കും തന്നെ അരോചകമാണ്. എന്നാൽ ഇദ്ദേഹം എവിടെ പഴയകാല കെട്ടിടങ്ങൾ മൺമറിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതൊക്കെ തന്നെ പുനർസൃഷ്ടിച്ച് അദ്ദേഹം സ്വന്തമാക്കുന്ന ഒരു ശീലം കൂടി ശ്രീ ലാലേട്ടനുണ്ട്. കാരണം ഞാൻ എൻ്റെ ഷോപ്പിൽ നിന്ന് ഗുരുവായൂരിലെ ഉള്ള നിലമ്പൂർ കോഫി ഹൗസ് എന്ന് പറയുന്ന എൻ്റെ കടയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് വേണ്ട എലൈറ്റിലേക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കാൻ എൻ്റെ ആളുകൾ ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് കാശ് മേടിക്കാൻ വേണ്ടി പോയപ്പോഴും അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല ഭക്ഷണം, ഒരിക്കലും മായം കലരാത്ത നല്ല ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഒരാളെയും പറ്റിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഒരാൾക്കും മനസ്സിന് വേദന ഉണ്ടാക്കാതിരിക്കുക, ഒരു ജീവിയെപ്പോലും നോവിക്കാതിരിക്കുക. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ്. ഒരിത്തിരി സമയം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7 മിനിറ്റാണ് അദ്ദേഹം എനിക്ക് അനുവദിച്ച കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ച സമയം. ഭാരതീയ മിലിറ്ററി സേന അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിന് തികച്ചും ഒരു ഉണർവാണ് കേണൽ നമ്മുടെ പത്മശ്രീ ശ്രീ മോഹൻലാൽ, ഭരത് മോഹൻലാൽ. കാരണം അദ്ദേഹം രാജ്യസ്നേഹത്തിനാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സാധാരണ പല ആളുകളും നമുക്ക് മനസ്സിലാക്കാം, ഹിന്ദുക്കളിലാവട്ടെ, മുസ്ലിങ്ങളിലാവട്ടെ, ക്രിസ്ത്യാനികൾക്കാവട്ടെ, അവരൊക്കെ തന്നെ ദൈവത്തിനാണ് അല്ലെങ്കിൽ മതത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്ന വിഡ്ഢികൾ. സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കാണ് അദ്ദേഹം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ശ്രീ ലാലേട്ടൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മൾക്ക് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. കാരണം അവിടെയുള്ള പട്ടാളക്കാരായ എല്ലാ ഭാഷയിലും എല്ലാ സംസ്ഥാനത്തിലുള്ള നമ്മുടെ പോരാളികളായ ധീര ജവാന്മാർക്ക് എന്നും ഒരു ഉണർവ് കൂടിയാണ് ശ്രീ ലാലേട്ടൻ എന്നുകൂടി എനിക്ക് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ അല്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.